അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ അൽ ബലദിലെ 7 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കി വരുന്ന ആയത്തുകളിലെ 7 ആയത്ത് കൂടി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജ്അൽ ലഹു ഐനൈൻ. അലം ഹംസ നല്ലോണം ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഗസൽ ഹൽക്കിൽ നിന്നാണ് വരുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. മീം കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. നജ്അൽ ലഹു ജിമ് കൽക്കലയുടെ ലെറ്ററാണ്. അപ്പോൾ നമ്മൾ സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. നജ്അൽ ലഹു ഇവിടെ ഇതാ മുത്തമാസിലാനാണ്. സുക്കൂനായ ലാമിനെ അടുത്ത ലാമിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. സുക്കൂനായ ലാമിനെ ഹർക്കത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയില്ലാതെ ഉച്ചരിക്കുക. ഇതാ മുത്തമാസില, ഒരേ മഖ്റജിൽ നിന്നും വരുന്ന 2 അക്ഷരങ്ങൾ തമ്മിലുള്ള ഇതാണ്. ഓക്കെ. അലം നജ്അൽ ലഹു ലാമിന് ശബ്ദം വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക, മണിക്കാതെ ഉച്ചരിക്കുക. ഹ ഉവമീറിന് ശേഷം വാവ് സ്വഗീറ വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഐനൈൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്, വസത്തുൽ ഹൽക്കിൽ നിന്ന്. അതിൻ്റെ സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ഐനൈൻ ഇവിടെ മദ് ലീനാണ് വരുന്നത്. യാക്ക് സുക്കൂനും മുന്നിലുള്ള അക്ഷരത്തിന് ഫതഹ. നിർത്തുമ്പോൾ നമ്മൾ നൂനിന് സുക്കൂനിട്ട് നിർത്തി കൊടുക്കുമ്പോൾ മദ് ലീനായിട്ട് പരിഗണിക്കും. 2 ഹർക്കത്ത് നീട്ടി നിർത്തി കൊടുക്കുക കേട്ടോ. വലിസാനം വശഫതൈൻ. വലിസാനം വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. സീനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത വേർഡായിട്ട് കൂട്ടി ഓതുമ്പോൾ അലിഫ് മദിനെ കളഞ്ഞിട്ടാണ് ഉച്ചരിക്കുന്നത്. നൂനിന് ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ചിട്ട് ഉണ്ണയോടുകൂടി ഉച്ചരിക്കുക കേട്ടോ. വലിസാനം വശഫതൈൻ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് കൊണ്ടുപോയിട്ട് വെക്കുക കേട്ടോ. ഇവിടെയും മദ് ലീനാണ് വരുന്നത്. യാക്ക് സുക്കൂനും മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ. നിർത്തുമ്പോൾ നമ്മൾ നൂനിന് താൽക്കാലികമായിട്ട് സുക്കൂനിട്ട് കൊടുക്കുമ്പോൾ മദ് ലീനായിട്ട് പരിഗണിക്കും. 2 ഹർക്കത്ത് നീട്ടി നിർത്തി കൊടുക്കുക. വഹദൈനാഹുൻ നജ്ദൈൻ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. യാ കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. വഹദൈനാഹുൻ നജ്ദൈൻ. നൂനിന് ശബ്ദം വന്നു, അക്മൽ ഒന്നയാണ്, നല്ലോണം അണിച്ചു കൊടുക്കുക കേട്ടോ. ജീമ് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. നജ്ദൈൻ ഇവിടെയും മദ് ലീനാണ്. യാക്കു സുക്കൂന് മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ. നിർത്തുമ്പോൾ നൂനിന് സുക്കൂനിട്ട് കൊടുക്കും, അപ്പോൾ മദ് ലീനായിട്ട് പരിഗണിക്കും. 2 ഹർക്കത്ത് നീട്ടി നിർത്തി കൊടുക്കുക. ഫലഖ്തഹമൽ അഖബ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, പക്ഷെ നമ്മൾ അടുത്ത വേർഡായിട്ട് കൂട്ടി എഴുതുമ്പോൾ അലിഫ് മദിനെ കളഞ്ഞിട്ടാണ് ഉച്ചരിക്കുന്നത്. ഫലഖ്തഹമൽ അഖബ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്ററും കൂടി ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കുക. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്, വസത്തുൽ ഹൽക്ക്. അതിൻ്റെ സൗണ്ട് ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. അതിൻ്റെ മഖ്റജ് എവിടെയാണ്? തൊണ്ടയുടെ മധ്യഭാഗം, വസത്തുൽ ഹൽക്ക്. ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ത മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹാ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. വമാ അദ്റാക മൽ അഖബ. വമാ അദ്റാക. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ്ദക്ഷരവും ഹംസയും 2 വേർഡുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ 2 or 4 ഹർക്കത്ത് നീട്ടിക്കൊടുത്ത് പാരായണം ചെയ്യുക. മദ് ജായിസ് മുൻഫസിൽ. വമാ അദ്റാക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. റ ഫതഹ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. അലിഫ് സ്വഗീറ വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അദ്റാക മൽ അഖബ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കാൻ പാടില്ല. അവിടെ അടുത്ത വേർഡായിട്ട് കൂട്ടി ഓതുമ്പോൾ അലിഫ് മദിനെ കളഞ്ഞിട്ട് ഉച്ചരിക്കുക. മൽ അഖബ.
ലാമ് അൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിൻ്റെ മഹ്റജ് വസത്തുൽ ഹൽക്ക് ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അഖബ ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഖ്ഫീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ത മർബൂത്തയിൽ നിർത്തുമ്പോൾ 2 കൗണ്ട് നീട്ടി കൊടുത്തിട്ട് നിർത്തുക. ഓക്കെ. ഫക്കു റഖബ ഖാഫ് 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുത്തിട്ട് ഉച്ചരിക്കട്ടോ. ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. റഖബ റ ഫതഹ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, അപ്പോൾ തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ത മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹാ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തുക. റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ ഔ ഇത്ആമുൻ. ഇവിടെ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഇത്ആമുൻ ഫീ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്ററും കൂടി ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. ഇത്ആമുൻ ഫീ അതിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അലിഫ് സ്വഗീറ കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മീമിന് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. വമ്മ തെൻവീനിന് ശേഷം ഇഖ്ഫാവിൻ്റെ അക്ഷരമായിട്ടുള്ള ഫ വന്നു. തെൻവീനിനുള്ള നൂനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. ഇവിടെ മീമിന് കസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാവിൻ്റെ അക്ഷരമായിട്ടുള്ള ദാല് വന്നു. തെൻവീനിനുള്ള നൂനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഫീ യൗമിൻ ദീ മസ്ഗബ. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മസ്ഗബ. സീന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. ഗൈനിൻ്റെ മഖ്റജ് അദ്നൽ ഹൽക്കിൽ നിന്നാണ് ഗൈന് പുറപ്പെടുന്നത്. ഐനായി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. തൊണ്ടയുടെ ആദ്യ ഭാഗത്തു നിന്നാണ് ഗൈന് വരുന്നത്. മസ്ഗബ. ത മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹാ സുക്കൂനാക്കി കൊടുത്തിട്ട് നിർത്തിക്കൊടുക്കുക. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മതി. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.